രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഹരി ഓം. ഇന്നലെ ശ്രീരാമ പട്ടാഭിഷേകം പറഞ്ഞു. അതിനുശേഷം സുഗ്രീവനും വിഭീഷണും പത്നിയും മകൾ ത്രിജടയും ആഞ്ജനേയസ്വാമിയും മറ്റെല്ലാവരും പിരിഞ്ഞു പോകുന്ന രംഗം അതീവ ഹൃദയഭേദകമായിരുന്നു. എനിക്ക് സത്യത്തിൽ കണ്ഠമിടറി, ശബ്ദം താഴ്ന്നു ആ സന്ദർഭം വിവരിക്കുമ്പോൾ. രാമായണ കഥാപാത്രങ്ങൾ നമ്മളാണെന്ന് തോന്നണം, അഥവാ അവർ നമ്മളിലൂടെ, എന്നിലൂടെ, നിങ്ങളിലൂടെ ഇന്നും എന്നും ജീവിക്കുന്നു എന്ന് തോന്നണം. അതിനൊരു എന്താ പറയുക, കാവ്യ സംസ്കാരം വേണം, അല്പം സഹൃദയത്വം വേണം, ഗ്രന്ഥത്തിൽ നല്ല താല്പര്യം വേണം, അഥവാ ഗ്രന്ഥത്തിൽ തന്നെ കുടിൽ വെട്ടി പാർക്കണം. എങ്കിലേ അതുണ്ടാവുള്ളൂ. എന്താ പറയുക, ഭാരതവർഷത്തിലെ പൂർവരാമൃഷീന്ദ്രന്മാർ പാരിനുള്ളടിക്കല്ലു വാർത്തു കണ്ടറിഞ്ഞവർ യോഗൈക നിരതന്മാർ ഭോഗനിസ്പൃഹർ പരിത്യാഗൈക ദ്രവിണന്മാർ അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടലുകളത്രേ. എങ്കിലും അവയിൽ നിന്നങ്ങു കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. പട്ടുമെത്തേക്കാളും ഇഷ്ടമായി വാഗ്ദേവിക്ക് ശിഷ്ടരാം അവരുടെ ദർഭപ്പുൽവിരിപ്പുകൾ. തത്വചിന്തോദ്രേകത്താലെങ്ങാനും അധന്യർക്ക് വിസ്തീർണ തിരുനെറ്റി വിയർത്താൽ അപ്പോഴെല്ലാം പ്രേമവിഹ്വലയായി തൻ പോർമുലക്കച്ചെത്തുമ്പാൽ കോമളം വീശിപ്പോന്ന വാഗധീശ്വരി തന്റെ മഞ്ജു കൈത്തണ്ടിൽ ചിന്നി മിന്നിയ വളകളൻ ചിഞ്ചിതം പുരാണത്തിൽ നിന്നു നാം ഇന്നും കേൾപ്പൂ. മഹാശയന്മാരാം മുനിമാരനുവേലം ബ്രഹ്മനിശ്ചലധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്കു നമസ്കാരം. ആരൊക്കെയാ? ഭാസകാളിദാസാദ്യന്മാരെയും പുലർത്തിയ ഭാസുര സാരസ്വത ഭണ്ഡാരപ്പുരകളെ. ഭാസകാളിദാസാദ്യന്മാരെയും പുലർത്തിയ ഭാസുര സാരസ്വത ഭണ്ഡാരപ്പുരകളെ. ആലോചിച്ചു നോക്കൂ, ഇനി എത്ര പേര് കിടക്കുന്നു അവിടെ. വള്ളത്തോളിന്റെ വരികള് എന്താ വാസ്തവത്തിൽ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നല്ലേ, അതുണ്ട്. ആ സീതയുടെയും രാമന്റെയും അവരോടെല്ലാമുള്ള ഗാഠസ്നേഹം, ആ കൃതജ്ഞത, അതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ അവർ ആ പാർട്ടിങ് സീനിൽ. വാൽമീകി എവിടെയൊക്കെ അലങ്കാരങ്ങൾ വാരിക്കോരി പ്രയോഗിച്ചിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ. മഹർഷിയുടെ ആ രചനാ വൈശിഷ്ട്യം എത്ര പറഞ്ഞാലാ മതിയാകുക, എത്ര നമസ്കരിച്ചാലും പോരാന്ന് തോന്നും. അനുപമം എന്നേ പറയാനുള്ളൂ. രാമായണത്തിന് ഓജസ്സും തേജസ്സും ജനപ്രീതിയും ഒക്കെ നൽകുന്ന മുഖ്യ ഘടകങ്ങളാണ് ഉപദേശങ്ങളും സ്തുതികളും. ഞാൻ ഒന്നും വിട്ടിട്ടില്ല, ഉപദേശങ്ങളും സ്തുതികളും ഒന്നും വിട്ടിട്ടില്ല. ആപത്തും ദുഃഖവും ശത്രുതയും വെറുപ്പും നിരാശയും ഈ പരാജയഭീതിയും ഉത്കണ്ഠയും രോഗങ്ങളും എല്ലാം ജീവിതത്തെ വലയം ചെയ്യുമ്പോൾ ഏകരക്ഷാമാർഗം കണ്ടെത്താൻ ഇവ നമ്മളെ സഹായിക്കും. സംശയമില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒട്ടും സംശയം വേണ്ട ആ കാര്യത്തിൽ. മനുഷ്യ മനസ്സിലെ ആസുരവൃത്തികൾ ജീവിതത്തെ ആകമാനം അന്ധകാരത്തിലാഴ്ത്തും. അപ്പോൾ ഒരു പ്രകാശം, ഒരു ശക്തി, ഒരു ഇമ്മ്യൂണിറ്റി, ഒരു ഇന്നർ റെസിസ്റ്റൻസ്
ആകെ കൂടി ഒരു എന്താ പറയുക, ഒരു ആന്തരിക പ്രചോദനത്തിൻ്റെ ഒരു മാസ്മര ശക്തി ഇതൊക്കെ നേടാൻ നാം സജ്ജനങ്ങൾ നൽകുന്ന സതുപദേശങ്ങളെ ആശ്രയിക്കുക, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഉപദേശങ്ങൾക്ക് ഇത്രയും ഞാൻ പ്രാധാന്യം കൊടുത്തത്. തെറ്റുകൾ തിരുത്താനും നേർവഴിയിലൂടെ നടക്കാനും അവിവേകം കൊണ്ടുള്ള അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ നമുക്ക് അത്യന്തം പ്രയോജനപ്പെടും ഈ ഉപദേശങ്ങൾ. സ്തുതികളും രണ്ടും അതെ. ശുദ്ധവും ദിവ്യവുമായ ഒരു ജീവിതം നയിക്കുന്ന സത്തുക്കൾക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള എന്താ പറയുക ഒരു ചവിട്ടുപടിയായി തീരും ഇതൊക്കെ. അങ്ങനെ മനുഷ്യ ജീവിതത്തിലെ എണ്ണമറ്റ സങ്കീർണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സഹായകമാണ് വാസ്തവത്തിൽ ഈ ഉപദേശരത്നങ്ങൾ. നമ്മുടെ പ്രാചീന കാവ്യസാഗരങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. എന്താ പറയുക, ഇമോഷണൽ സാനിറ്റി അത് വളരെ പ്രധാനമാണ്. ഐക്യുവിനേക്കാളും പ്രധാനമാണ് ഇക്യു. കാർപ്പണ്യ നിവൃത്തി, ദൈന്യ നിവൃത്തി, ഫ്രീഡം ഫ്രം ഹെൽപ്ലെസ്നെസ്, ഒരു ജിജ്ഞാസ നിവൃത്തി. അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ, ആർക്കായില്ലാത്ത എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിനൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും. രാമായണ പഠനം ഇത്രയാ പ്രയോജനപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഒരു ആഘാത നിവൃത്തി. വാസ്തവത്തിൽ ആഘാതങ്ങളൊന്നും ഇല്ലാതാക്കാനാവില്ല, നമുക്ക് വരുന്ന ആപത്തുകളൊന്നും ഇല്ലാതാക്കാനാവില്ല. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറക്കാൻ സാധിക്കും, സംശയം വേണ്ട. ഈ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് വളരെ കൂടും. ശരീരത്തിന് ആഹാരം എത്ര പ്രധാനമാണോ, ഔഷധം എത്ര പ്രധാനമാണോ, അത്ര തന്നെ പ്രധാനമാണ് നമ്മളെ ഇന്നർ എക്യുപ്മെന്റ്സിന്, അന്തരിന്ദ്രിയ മണ്ഡലത്തിന് ഒരു ശാന്തിക്ക് വേണ്ടി ഈ ഗ്രന്ഥം അത്രയും പ്രയോജനപ്പെടും, സംശയം വേണ്ട. ധീരതയും കർത്തവ്യബോധവും ഒക്കെ വളർത്താനും ശാന്തിയും സമാധാനമൊക്കെ കണ്ടെത്താനും സ്നേഹവും സാഹോദര്യവും ഒക്കെ പുലർത്താനും ഒക്കെ എതിർപ്പുകളെ അതിജീവിക്കാനും വിമർശനങ്ങളെ അതിജീവിക്കാനും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാത പ്രത്യാഘാതങ്ങളെയൊക്കെ സമചിത്തയോടെ അഭിമുഖീകരിക്കാൻ, വെറുതെ അഭിമുഖീകരിക്കല്ല, സമചിത്തയോട് അഭിമുഖീകരിക്കാനൊക്കെ, പിന്നെ പ്രതികൂല സാഹചര്യങ്ങളെ വിവേകപൂർവം നേരിടാൻ, നന്മയുടെ പാതയിലൂടെ പതറാതെ സഞ്ചരിക്കാൻ, പിന്നെ ദുർഗുണങ്ങളെ ഉപേക്ഷിച്ച് സദ്ഗുണങ്ങളെ ആർജിക്കാൻ, ഇതൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യമായി കാണുന്ന സാധകന്മാർക്ക് ഇതൊരു കെടാവിളക്കാണ് രാമായണം, സംശയം വേണ്ട. അതെ, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വിഷയാനുക്രമണ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രധാനമായ 4 ഉപദേശങ്ങൾ. ഹനുമാനുള്ള തത്വോപദേശം, വേദാന്തോപദേശങ്ങളാണ്, ലക്ഷണോപദേശം, താരോപദേശം, ക്രിയാമാർഗോപദേശം. ഈ 4 എണ്ണവും ശരിക്കും വേദാന്തമാണ്, ഫിലോസഫിയാണ്. ഉപദേശ രൂപത്തിൽ തന്നെയുള്ളൊരു 30ഓളം സന്ദർഭങ്ങളും കാണാൻ പറ്റും. അവയിൽ 11 എണ്ണം ഓരോ സന്ദർഭങ്ങളിലായി ശ്രീരാമൻ മറ്റവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. 3 തവണ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നുണ്ട്, അറിയാലോ എവിടേക്കാണെന്ന്. തുടക്കത്തിൽ, പിന്നെ ചിത്രകൂടത്തിൽ വെച്ച്, പിന്നെ പഞ്ചവടിയിൽ വെച്ച്. ഓരോ തവണ ഹനുമാൻ കൊടുക്കുന്നുണ്ട്, പരശുരാമന് കൊടുക്കുന്നുണ്ട്, കൗസല്യെ കൊടുക്കുന്നുണ്ട്, സീത കൊടുക്കുന്നുണ്ട്, താരക്ക് കൊടുക്കുന്നുണ്ട്, ശബരി കൊടുക്കുന്നുണ്ട്, പിന്നെ ബാലി കൊടുക്കുന്നുണ്ട്, ഉണ്ട്, അതൊക്കെ ഉണ്ട്. അധികാര പ്രമത്തതയിൽ നിന്നും ഭോഗലാലസതയിൽ നിന്നും ഈ ദുരാചാരങ്ങളിൽ നിന്നുമൊക്കെ രാവണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാരീചൻ രാവണന് കൊടുക്കുന്ന ഉപദേശം, ഹനുമാൻ രാവണന് കൊടുക്കുന്ന ഉപദേശം, വിഭീഷണൻ കൊടുക്കുന്ന ഉപദേശം, ശുകൻ കൊടുക്കുന്ന ഉപദേശം, മാല്യവാൻ കൊടുക്കുന്ന ഉപദേശം, രാവണന് കാലദമി കൊടുക്കുന്ന ഉപദേശം, സുപാർശ്വൻ കൊടുക്കുന്ന ഉപദേശം, പിന്നെ ശുകൻ മാത്രമല്ല സാരണനും കൊടുക്കുന്നുണ്ട്, മണ്ഡോദരി കൊടുക്കുന്നത് ഉപദേശം. മണ്ഡോദരി പറയുന്നതൊക്കെ വാസ്തവത്തിൽ നല്ല വേദാന്തം തന്നെയാണ്. എത്ര സന്ദർഭങ്ങൾ. പിന്നെ കുംഭകർണൻ കൊടുക്കുന്ന ഉപദേശം 2 തവണ കൊടുക്കുന്നുണ്ട് കുംഭകർണൻ. 10-ലധികം സാരോപദേശങ്ങളുണ്ട് രാവണന് മറ്റുള്ളവർ കൊടുക്കുന്നത്. സീത ഹനുമാനെയും മഹാവിഷ്ണു രാമനായി അവതരിച്ചപ്പോൾ കൗസല്യയും, സുമിത്ര ലക്ഷ്മണനെ, വാമദേവൻ പൗരജനങ്ങളെ, വസിഷ്ഠൻ ഭരതനെ,
ലക്ഷ്മണൻ ഗുഹനെ, നിശാകര താപസൻ, ആ ചന്ദ്രമുനിയുണ്ടല്ലോ, സമ്പാദിയെ, ഇവരൊക്കെ ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനൊന്നും വിട്ടിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരാളുടെ ഉപദേശവും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരേ ഒരാളാ രാമായണത്തിൽ രാവണൻ. ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടും ഒരിഞ്ച് മാറാൻ തയ്യാറില്ലാത്ത ആൾ. വളരെ അപൂർവമാണ് അത്തരക്കാരൻ. തന്റെ ഭാര്യാവധം അലങ്കരിക്കാൻ വഴിപ്പെടാത്ത സീതയെ ഭാര്യയായി വാഴുന്ന മണ്ഡോദരിയും ഉപദേശിക്കുന്നുണ്ട്. സീതയെ ഉപദേശിക്കുന്നുണ്ട്, മണ്ഡോദരി ഉപദേശിക്കുന്നുണ്ട്. പണ്ഡിതോചിതമായ രീതിയിൽ തന്നെയാണ് ഉപദേശം രണ്ടും. ധീരതയും ഇതിനൊക്കെ ഈ ഉപദേശങ്ങൾ വളരെ വളരെ ഇമ്പാക്റ്റ് വളരെ കുറക്കും, സംശയമില്ല. ഇവിടെ പിന്നെ എത്ര പറഞ്ഞാലോ തീരുക ഇതൊക്കെ. അധ്യാത്മരാമായണം ഇത്തരം സാരോപദേശങ്ങളുകൊണ്ട് സമൃദ്ധമാണ്. ഒരു തടാകത്തിൽ അങ്ങിങ്ങായി വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളെപ്പോലെ രാമായണ കാവ്യ സരസിൽ ഉടനീളം ഒട്ടേറെ സാരോപദേശങ്ങൾ, എന്താ പറയാ, താമരയെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച കാണാം. അവയുടെ സൗന്ദര്യവും സൗരഭ്യവും തുഞ്ചത്താചാര്യരുടെ അനുഗ്രഹീതമായ തൂലിയ തുമ്പിലൂടെ അനുഭവവേദ്യമാവുമ്പോൾ അതെന്താ കേരളത്തിലെ സഹൃദയ ലോകത്തിന് പരമാനന്ദദായകം തന്നെ, സംശയമില്ല. ഭാവാവിഷ്കരണത്തിന് ഭാഷയുടെ ഉപയോഗം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളുണ്ടായി. നമുക്ക് പിന്നെ ഇതിഹാസങ്ങളും ഒക്കെ പറഞ്ഞാൽ തീരാതാണ് ഇതൊക്കെ. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്ക്, പ്രത്യേകിച്ച് രാമായണത്തിന് ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്തരം ഉപദേശങ്ങളും സ്തുതികളും ഒക്കെ തന്നെയാണ്. അരവിന്ദ ഘോഷ്, മഹർഷി അരവിന്ദ് രാമായണ കാവ്യത്തിന് നൽകിയ പ്രശംസ കേൾക്കേണ്ടതാണ്. ഈ സർവോത്തമ കൃതിയുടെ ചൈതന്യത്തിലേക്ക് ഒറ്റ കുതിപ്പിന് കടന്നു ചെല്ലാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഒരിക്കലത് സാധിച്ചാൽ ലോകത്തിലുള്ള മറ്റൊരു കാവ്യവും അതിന്റെ മീതയാണെന്ന് സമ്മതിച്ചു തരാനാവില്ല. തീർച്ച. ഇതാണ് അരവിന്ദ മഹർഷിയുടെ ഉപദേശം. പിന്നെ അല്ല, രാമായണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിഗമനം. എന്തൊക്കെ എത്ര രാമായണത്തെ അധികരിച്ച് എത്രയാണ് കാവ്യങ്ങൾ എന്നറിയാമോ? പറഞ്ഞാൽ തീരാത്ത കാവ്യങ്ങൾ. എത്ര നാടകങ്ങളാണ്, എത്ര 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 കൃതികളാണെന്നറിയോ? മലയാളത്തിലും സംസ്കൃതത്തിലും എത്രയോ എണ്ണമറ്റ കൃതികൾ. പുരാണങ്ങളിൽ മിക്കതിലും രാമകഥയുണ്ട്. ഭാഗവതത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, എല്ലാത്തിലും കാണാം രാമകഥ. ചുരുക്കിയോ വലുതായിട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റായിട്ട് എഴുതിയതാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ള ഭാഗം. അതാണല്ലോ അധ്യാത്മരാമായണം. അതുകൊണ്ടാണ് നാരായണീയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയത്. 2 അധ്യായങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് ചുരുക്കി ഒന്നും വിടാതെ രാമായണം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അവസാന ഭാഗം രാമന്റെ പട്ടാഭിഷേകം, സീതാപരിത്യാഗം, പുത്രോൽപത്തി, അത് അവിടെ പറയാനുണ്ട്. 2-3 ശ്ലോകങ്ങൾ അതുകൂടി പറഞ്ഞാൽ അത് തീരും. പ്രീതോ ദിവ്യാഭിഷേകൈരയുത സമധികാൻ വത്സരാൻ പരിരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസി. അവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ശിവശിവ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവതു വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാ സുതൗ തേ. ആ വാഗ്ദേവത കനിഞ്ഞ് അനുഗ്രഹിച്ച ഋഷി കവിയാണ് ഭട്ടതിരിപ്പാട്. വിശാലമായ ആ സാഗരത്തെ, പാരാവാരം തന്നെ, അതിനെ ഒരു ചെപ്പിലൊതുക്കുന്ന ഒരു ജാലവിദ്യ, അസാമാന്യ അസങ്കരണ പടുത്വം കാണാം ഇവിടെ. 20 ശ്ലോകത്തിലാണ് 24,000 ശ്ലോകങ്ങളിൽ രാമായണം. കാര്യമായിട്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ. നോക്കിയാൽ എല്ലാം വേണ്ടതുണ്ട്. സീതയുടെ ഭൂമിപ്രവേശവും രാമന്റെ വൈകുണ്ഠപ്രാപ്തി വരെ പറയുന്നുണ്ട്. വാൽമീകേ സ്വൽസുതോദ്ഗാപിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിം അവിശദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാകം നാകം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. അതുവരെ എത്തി.
രാമായണ കഥയിൽ നിന്നുള്ള ഗുണപാഠം ഭട്ടതിരിപ്പാടിന്റെ സ്വയം ഒരു ആത്മകഥം, ഒരു നിഗമനം പറയുന്നു ഇനി അവസാനം. സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗത്യജനമപി ഭവേത് കാമധർമാതിസക്രിയാ. കാമധർമാതിസക്രിയാ, അതിസക്തി, അതി സർവത്ര വർജയേത്. അമിതമായാൽ അമൃതും വിഷം എന്നല്ലേ ഭട്ടതിരിപ്പാട് പറയുന്നു. രാമന്റെ ആ ധർമ്മനിഷ്ഠ, സത്യനിഷ്ഠ, അതിലുള്ള ഒരു കമ്പം, ഒരു ലഹരി, ഒരു വ്യഗ്രത, ഒരു അഡിക്ഷൻ, നിർബന്ധ ബുദ്ധി, അതാണ് ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശരിയാ, അതുണ്ട്, ഇല്ലെന്നല്ല, അതുണ്ട്. അർത്ഥകാമങ്ങളെയൊക്കെ നിരസിക്കുന്നത്, ത്യജിക്കുന്നത്, രാമായണം മുഴുവൻ അതല്ലേ കഥ. ത്യാഗത്തിന്റെ കഥയല്ലേ രാമായണം, ധർമ്മനിഷ്ഠയുടെ കഥയല്ലേ രാമായണം, സത്യനിഷ്ഠയുടെ കഥയല്ലേ രാമായണം. അതെ. നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രവാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനുവ്യാധിതാപാൻ. ആ കാര്യം വ്യക്തമല്ലേ. ആ നിർബന്ധ ബുദ്ധി ആണ്. ധർമ്മത്തിലും അത്യാസക്തി ഉണ്ടായാൽ ഇതൊക്കെ ഉണ്ടാകും എന്നാണ്. വേണ്ടി വന്നു. സീത വരുത്തിയാൽ മാത്രമല്ല, അനുജൻ ലക്ഷ്മണനെ വരുത്തിക്കേണ്ടി വന്നില്ലേ. ഇതൊക്കെ ഈ നിർബന്ധം കൊണ്ട് തന്നെയല്ലേ എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ ഭവഭൂതിയിലെ ഉത്തരരാമചരിതം നാടകമുണ്ട്. കുറച്ചൊക്കെ അദ്ദേഹം സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് അതിൽ, ഒറിജിനൽ ഗ്രന്ഥത്തിന് വ്യത്യാസമായിട്ട്. ഭവഭൂതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ശിവന്റെ ചാമ്പൽ, വെണ്ണീർ എന്നാണല്ലോ. അദ്ദേഹത്തിന്റെ വിദർഭ രാജ്യത്തിലാണ് ഈ ഭവഭൂതി. ഒരു വൈദിക ബ്രാഹ്മണ കുടുംബത്തിലാണ്. അദ്ദേഹം പറയണത് പിന്നെ ജനകന്റെ പുത്രിമാരല്ല ഈ ഊർമിള മാണ്ഡവിയൊക്കെ. ജനകന്റെ സഹോദരനായ കുശധ്വജന്റെ മക്കളാണ് ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയൊക്കെ എന്നൊക്കെ പറയും. ഉത്തരരാമചരിതമാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായ 3 നാടകങ്ങളിൽ മുന്നിട്ട് നിൽക്കണം. 2 നാടകങ്ങളും രാമചരിതത്തെ പിന്നെ ആശ്രയിച്ച് തന്നെയുള്ളതാണ്. അതിലുമുണ്ട് മാല്യവാനും പരശുരാമനും ഒക്കെ ഉണ്ട് അതിലൊക്കെ. ബാലിയുടെ കഥയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ശൂർപ്പണയുടെ കാര്യമൊക്കെ ഈ നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരരാമചരിതം മലയാളത്തിലാക്കിയത് 7 അംഗങ്ങളുണ്ട് അതിൽ. ആ നാടകം മലയാളത്തിൽ ആക്കിയിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്, മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാത്തുക്കുട്ടി മന്നാടിയർ. അതിലെ ചില ശ്ലോകങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അവസാനം പറയണു കവി, രേ രേ ദക്ഷിണഹസ്ത വിപ്രതനയൻ ജീവിക്കുവാൻ വേണ്ടി നീ ഘോരം ഖഡ്ഗമയക്ക ശൂദ്രമുനി തന്നേരേ മടിക്കേണ്ടടോ. പാരം ഗർഭവരാർത്തയാം ക്ഷിതിജയെ കൈവിട്ട കങ്കേമനാമീ രാമന്റെ ഒരംഗമാകിയ നിനക്കെങ്ങൊന്നു വന്നു കൃപ. കൈയോട്, രാമന്റെ കൈയോട് പറയാ, സീതയെ പരിത്യച്ച കൈയല്ലേ അത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നതാണ് ഉത്തരരാമചരിതത്തിൽ. ഭർത്താവായ രാമൻ ഒരിക്കലും തന്റെ പ്രിയതമയെ, പ്രാണന് തുല്യമായ സീതാദേവിയെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, അകറ്റിയിട്ടേയില്ല. പക്ഷേ രാജാവായ രാമന് അത് ചെയ്യേണ്ടി വന്നു. സീതയെ തൽക്കാലത്തേക്ക് വാൽമീകി ആശ്രമത്തിലേക്ക് മാറ്റേണ്ടി വന്നു. കാരണം എന്താ? ജനഹിതം, ആ മുഖ്യധർമ്മം പരിരക്ഷിക്കാൻ വേണ്ടിയാണ്. രാജധർമ്മത്തിന്റെ മുമ്പിൽ ഈ പതിധർമ്മം, പത്നിധർമ്മം അതൊക്കെ ഇൻഡിവിജ്വലല്ലേ, വ്യക്തിതലത്തിലല്ലേ, അവർ തമ്മിലല്ലേ. അതെ. പിന്നെ സീതക്ക് രാമന്റെ മനസ്സറിയില്ലേ? അറിയും. രാമൻ ചിന്തിക്കുന്നതിന് മുന്നേ സീതക്ക് രാമൻ എന്താണ് ചിന്തിക്കാൻ പോണെന്ന് അറിയായിരുന്നു എന്ന് വാൽമീകി രാമായണത്തിൽ വാൽമീകി തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? രാമനും അതെ, സീത ചിന്തിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നെ ആ ടോപ്പിക്കിൽ തന്നെ പറയാം. പക്ഷേ ഇന്നൊന്ന് പറയാം, ഈ സാധാരണ നിലക്ക് ഇന്നത്തെ ചുറ്റുപാടില് ഭർത്താവിനെ പരിത്യക്തയാകി അകന്നു ജീവിക്കുന്ന ഒരു ഭാര്യ എന്തു ചെയ്യും? കുട്ടികൾ അച്ഛനെക്കുറിച്ചും അച്ഛന്റെ കുടുംബത്തിനെക്കുറിച്ചും വിദ്വേഷം, വെറുപ്പ് വേണ്ടത്ര കുത്തിവെക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എന്നാൽ പക്വതിയായ ആ സീതാദേവി ഒരിക്കലും അത് ചെയ്തില്ല. തന്റെ മക്കളിൽ ഒരിക്കലും രാമനെക്കുറിച്ചോ സൂര്യവംശത്തെക്കുറിച്ചോ ഒരു വിദ്വേഷം ഉണ്ടാക്കിയില്ല.
മാത്രമല്ല വാൽമീകിയുടെ കീഴിൽ സർവ്വശാസ്ത്രങ്ങളും അഭ്യസിച്ചു. എന്താ പറയുക, നല്ല കുലീനതയോടുകൂടി ക്ഷാത്രവീര്യത്തോടുകൂടി രാമന്റെ മക്കളായിട്ട് തന്നെ രാഗദ്വേഷരഹിതരായി അവരെ വളർത്തി. വിദ്വേഷത്തോടെ ആയിരുന്നു ആ കുട്ടികൾ വളർന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ, അവരെന്താകും തീരുമായിരുന്നു? വിധ്വംസകരായി മാറും, ടെററിസ്റ്റായിട്ട് മാറും. എല്ലാറ്റിനോടും എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും നിന്ദയും ഒരു നശീകരണ വാസനയോടുകൂടിയായിരിക്കില്ലേ അവർ പെരുമാറുക? സമൂഹത്തിന് തന്നെ ഒരു തലവേദനയായി മാറില്ലേ അവർ? മാറും. ഇവിടെ സീതാദേവിയുടെ മക്കൾക്ക് അച്ഛൻ വിളിച്ചപ്പോ നേരെ മടിയിൽ കയറിയിരിക്കാൻ സാധിച്ചെന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. അച്ഛന്റെ ആശ്ലേഷത്തിൽ നിർവൃതി അടയാൻ കഴിഞ്ഞു അവർക്കപ്പം തന്നെ. ഭരതശത്രുഘ്ന ലക്ഷ്മണന്മാരോടൊക്കെ അടുപ്പത്തിൽ പെരുമാറാൻ സാധിച്ചു. ഒരു വിഷമവുമില്ലാതെ തന്നെ ഇഴുകിച്ചേരാൻ സാധിച്ചു ആ കുടുംബത്തോട്. രാജ്യം ഭരിക്കാനും സംഗതി വന്നു. ആ സൗഭ്രാത്രം, സാഹോദര്യം സൂര്യവംശകർക്ക് പരമ്പരയാ സിദ്ധിച്ചാണെന്നാണ് കാളിദാസൻ പറയാ. സൗഭ്രാത്രമേഷാം ഹി കുലാനുസാരി എന്ന് കാണാം രഘുവംശത്തിൽ. സൗഭ്രാത്രമേഷാം ഹി കുലാനുസാരി. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ രാമായണം, അധ്യാത്മരാമായണം മൂലം ഗ്രന്ഥം വ്യാഖ്യാനിച്ചത് പണ്ഡിറ്റ് ഗോപാൽ നായരാണ്. ആ ഗുരുവിനെ നമ്മൾ കൃതജ്ഞതയോടുകൂടി സ്മരിക്കണം. കാരണം അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അക്കാലത്ത് നമുക്ക് അധ്യാത്മരാമായണം മൂലത്തിന്റെ സാരം പിടികിട്ടില്ലായിരുന്നു. വാസിഷ്ഠം ഇതേപോലെ തന്നെ രാമായണത്തിന്റെ ഭാഗം തന്നെയാണ് വാസിഷ്ഠം. വാൽമീകി രാമായണം 24,000 ഗ്രന്ഥങ്ങളാണെങ്കിൽ വാസിഷ്ഠം 32,000 ഗ്രന്ഥങ്ങളാണ്. രണ്ടും ചേർന്ന് 56,000. യോഗവാസിഷ്ഠം ദ്രാവിഡ വൃത്തത്തിൽ ലളിതമായി എന്താ പറയുക പദ്യരൂപത്തിൽ മൊഴിമാർത്തിയത് നമ്മുടെ വരവൂർ ശാമുവനാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മൾ സ്മരിക്കണം, അറിയണം. പിന്നെ 944 മദുരാശിയിൽ ഒരു റൈറ്റ് ഓണറബിൾ ശ്രീനിവാസ ശാസ്ത്രികൾ, ഞാൻ പറഞ്ഞു അത് റൈറ്റ് ഓണറബിൾ ശ്രീനിവാസ ശാസ്ത്രി ഒരിക്കലും മറക്കരുത്. കാരണം സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഓൺ രാമായണ നടത്തിയ ആളാണ്. അതൊക്കെ എത്രമാത്രം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നു അക്കാലത്ത്. പിന്നെ വാൽമീകി രാമായണം സംസ്കൃതം അറിയാത്തവർക്ക് ഒരിക്കലും പിടികിട്ടില്ലായിരുന്നു. ഈ GS ശ്രീനിവാസ അയ്യർ ആലത്തൂർ, അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹമാണ് അതിനെ വ്യാഖ്യാനിച്ചത്, മലയാളിക്ക് വേണ്ടി അർത്ഥം പറഞ്ഞത് ആദ്യം. മനസ്സിലായില്ലേ? രാമരാജ്യത്തിൽ എന്താ പറയുക, ഭരണാധികാരി എല്ലാവർക്കും പ്രാപ്യനാണ്, ആക്സസിബിളാണ്, അപ്രോച്ചബിളാണ്. പക്ഷേ അതേസമയം എളുപ്പം ഒരു പാട്ടിലാക്കാനാവില്ല. പ്രജകൾക്കൊക്കെ ഒരു റവറൻഷ്യൽ ഫിയർ ഉണ്ട് രാമനോടും മറ്റ് സൂര്യവംശ രാജാക്കന്മാരോടും. അധൃഷ്യശ്ച അഭിഗമ്യശ്ച യാതോ രത്നൈരിവാർണവ എന്ന് എവിടെ പറയും? വാൽമീകി രാമായണത്തിലല്ല, നമ്മുടെ രഘുവംശത്തിൽ കാണാം. അടുത്ത കാലത്ത് മൺമറഞ്ഞുപോയ 2 മഹാത്മാക്കളുണ്ട്. രാമായണത്തിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയ 2 പേർ. ആദ്യം പൂജ്യ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. അദ്ദേഹമാണ് ധാരാളം രാമായണ പ്രഭാഷണങ്ങൾ നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ആളുകളെ രാമായണത്തിൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയത്. പിന്നെ നമുക്ക് കാണാം നമ്മുടെ രാമകൃഷ്ണാശ്രമത്തിലെ സിദ്ധിയാനന്ദ സ്വാമി. സിദ്ധിയാനന്ദ സ്വാമികളും ധാരാളം ഈ രാമായണ രംഗത്ത് എന്താ പറയുക സംഭാവന നൽകിയിട്ടുള്ളവരാണ്. അവർ 2 പേരെയും നമ്മൾ കൃതജ്ഞതയോടുകൂടി സ്മരിക്കണം.